എല്ലാവർക്കും സുഖമല്ലേ? എന്റെ ലൈഫില് ഞാൻ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ എന്റെ PG പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. അതുവരെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് മാറി നിന്നിട്ടില്ല. അതിന് മാറി നിൽക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേന്ന് അറിയാണ്ടിരിക്കുന്ന സമയത്താണ് ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞത് PG ചെയ്യാം, PG ചെയ്താൽ നമുക്ക് സ്കോപ്പ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് PG ചെയ്യാനായിട്ട് പോകുമ്പോൾ എവിടെ PG ചെയ്യണം എന്നുള്ളത് എനിക്ക് വലിയ പിടുത്തമില്ലായിരുന്നു. പക്ഷെ എനിക്ക് പുറത്ത് പോയി PG ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ സ്ഥലത്ത് ഞാൻ എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. എൻട്രൻസ് എക്സാം എഴുതി എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു കിട്ടിയത്. അപ്പൊ അതിന്റെ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് അതിന്റെ കുറെ പുകിലൊക്കെ കഴിഞ്ഞ് വേറൊരു റിയാലിറ്റി പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നും പോയിട്ട് വരാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ തിരുവനന്തപുരം എന്ന് പറയുന്നത്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണമായിരുന്നു. അങ്ങനെ പിന്നെയാണ് ആ റിയാലിറ്റി മനസ്സിലാക്കി ഹോസ്റ്റലിൽ നിൽക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കാനായിട്ട് എങ്ങനെയാ ഏതാണെന്നൊന്നും അറിയില്ല. കാരണം ഇത്രയും നാൾ മാറി നിൽക്കാണ്ട് പെട്ടെന്ന് ഒരു ദിവസം മാറി നിൽക്കാൻ പറഞ്ഞാൽ ആർക്കും ഡൈജസ്റ്റ് ആവില്ലല്ലോ. നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവും, എനിക്ക് ഡൈജസ്റ്റ് ആവില്ല. കാരണം 1 തൊട്ട് 10 വരെ ഞാനായിട്ട് ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. അത് കഴിഞ്ഞ് +2 പഠിക്കുമ്പോൾ നിന്നിട്ടില്ല, ഡിഗ്രി പഠിക്കുമ്പോഴും നിന്നിട്ടില്ല, ഒരു സമയത്തും നിന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹാർട്ട് ബീറ്റ് ഒരു വേരിയേഷൻ ഉണ്ടാവും. അയ്യോ അവിടെ എന്താവും, എങ്ങനെയായിരിക്കും, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് ഇപ്പൊ നിന്നല്ലേ പറ്റൂ, അല്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർ നിക്കണ റൂമിലെ ആൾക്കാർ എങ്ങനെയായിരിക്കോ, അങ്ങനെയൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ മൊത്തം കൺഫ്യൂസ്ഡ് ആയിട്ടാണ് വരുന്നത്. എനിക്ക് ഇവിടെ വരുമ്പോ എന്റെ കുറച്ച് ഫ്രണ്ട്സിനെ മാത്രമേ അറിയത്തുള്ളൂ, അവരുമായിട്ടാണ് വരുന്നത്. ഏറ്റവും ലാസ്റ്റാണ് എനിക്ക് അഡ്മിഷൻ ശരിയാവുന്നതും വരുന്നതൊക്കെ. പക്ഷെ അതിന് മുന്നേ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്ന് ഇവിടെ സെറ്റൊക്കെ ആക്കി പോയി. പിന്നെ ഞാനും അമ്മയും വന്ന് ഹോസ്റ്റലിൽ കാണുന്നു. ഹോസ്റ്റൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു PG പോലെ ആയിരുന്നു. അങ്ങനെ ഹോസ്റ്റലിൽ കാണുന്നു, കുറെ ആന്റിയുടെ അടുത്ത് സംസാരിക്കുന്നു, വരാം എന്ന് പറഞ്ഞ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് പോകുന്നു. ഇനി ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഇനി ഹോസ്റ്റൽ ലൈഫിലേക്ക് വരാൻ പോകുന്നവർക്കായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്റ്റൽ ലൈഫിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ വന്ന് ഇത് ചെയ്യാം അത് ചെയ്യാമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വരരുത്. ഒന്നാമത്തെ കാര്യം. കാരണം ഹോസ്റ്റൽ ലൈഫിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. കാരണം നമ്മൾ വീട്ടിൽ നിൽക്കുന്ന പോലെ ഒരിക്കലും നമുക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലമല്ല ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ തന്നെയാണ് നമുക്ക് ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ റൂംമേറ്റ്സ്, ഇപ്പൊ പലർക്കും പല ടൈപ്പിലുള്ള റൂംമേറ്റ്സിനെ ആയിരിക്കും കിട്ടുക. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും കിട്ടുന്നത് എന്റെ വൈബിനൊത്ത ആൾക്കാരെയാണ് കിട്ടാറുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പൊ ആതിര ചേച്ചി ആയാലും ശ്രുതി ആയാലും ഇതിന് മുന്നിൽ നിൽക്കുമ്പോൾ എന്റെ ഫ്രണ്ട്സ് ആയാലും അമലിയുണ്ട്, അങ്ങനെ കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നമുക്കൊരു വൈബിന് പറ്റിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു ബ്ലസ് ആണെന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ നമ്മളൊരു വൈബിനുള്ള ആൾക്കാരെ കിട്ടിയില്ലെങ്കിൽ ഇതെന്തുകൊണ്ടും എന്തോ പോയി പോട്ടെ, വൈബിനുള്ള ആൾക്കാരെ കുറിച്ച് കിട്ടിയില്ലെങ്കിൽ അത് കുറച്ച് ടാസ്ക് ആയിരിക്കും നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാന്ന് പറയുന്നതൊക്കെ. എന്ന് വെച്ചാൽ ഞാൻ കുറെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്റെ റൂമിലുള്ള കുട്ടി ചിലർക്ക് ചില ചിട്ടവട്ടങ്ങളല്ല, അവർക്ക് വീട്ടിലുള്ള പോലെ തന്നെ ആവണം എന്നിങ്ങനെ വാശി പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ അല്ലാണ്ടാവുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ വീട്ടിലെ പോലുള്ള കാര്യങ്ങൾ തന്നെ നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല ഹോസ്റ്റൽ ലൈഫിൽ. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഫുഡാണ്. കാരണം ഞാൻ അങ്ങ് തൃശ്ശൂരിന്ന് വന്ന് ട്രിവാൻഡ്രത്ത് വന്ന ആളാണ്. അപ്പൊ തൃശ്ശൂരത്തെ ഫുഡ് കഴിക്കുന്ന സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ മീൻകറിയിലും മുരിങ്ങാക്കോലും ഒക്കെ കാണുന്നത്. ഫസ്റ്റ് ടൈം കണ്ടപ്പോ ഞാൻ ആ സാമ്പാറാന്ന് ചോദിച്ചെടുത്ത് മീനൊക്കെ വരുന്നു, വണ്ടടിച്ച് നിന്നിട്ടുണ്ട്, ഇതെന്താ ഇങ്ങനെ. പക്ഷെ ഇപ്പൊ എല്ലാം എനിക്ക് ഓക്കെ ആണ് കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് സാമ്പാർ കഴിച്ചേ. സാമ്പാറിൽ മാത്രമേ ഞാൻ മുരിങ്ങാക്കോല് കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ട് മീൻകറിയിലും മുരിങ്ങാക്കോലും കണ്ടത് അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടാ. അതുപോലെ പരിപ്പ് കറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയർ പൊടിച്ച് അങ്ങനെ സെറ്റപ്പിലുള്ള ഒരു പരിപ്പ് കറിയാണ്. നമ്മളവിടെ പരിപ്പ് കറി എന്താണ്, പരിപ്പ് കുത്തി കാച്ചിയതാണ്, എല്ലാവർക്കും അറിയാലോ. അങ്ങനത്തെ സംഭവമൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ ക്യൂരിയോസിറ്റിയാണ്, ഇതെന്താ അങ്ങനെ. അതുപോലെ ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഇവിടെ ഹോസ്റ്റലിൽ ഞങ്ങളുടെ ആന്റി കടുക ആ സംഭവമൊക്കെ ഇടാറുണ്ട്. കടുക ചിക്കനില്ല. പക്ഷെ ഇപ്പൊ അതൊക്കെ നമുക്ക് യൂസ്ഡ് ആയിട്ട് മാറി. എന്ന് വെച്ചാൽ നമ്മൾ കഴിച്ച് പ്രാക്ടീസ് ആയില്ല, 5-6 കൊല്ലം കഴിക്കുന്നു. അപ്പൊ നമ്മളൊക്കെ എന്നും പോവുമല്ലോ. ഫുഡിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ട് വരും, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അങ്ങനെയൊക്കെ വരും. എന്ന് വെച്ചാൽ ഹോസ്റ്റൽ ലൈഫിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഫുഡും എവിടെ പോയാലും ജീവിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവണം. എന്ന് വെച്ചാൽ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ പറയും എനിക്കിത് ഇഷ്ടമല്ലേ, ഞാൻ അത് തിന്നില്ല എന്നൊക്കെ പറയില്ലേ.
പക്ഷെ ഹോസ്റ്റലിൽ വന്ന് നോക്ക്, ഒരു സാധനം നമ്മൾ ഇഷ്ടമില്ല പറയില്ല. എന്തുണ്ടെങ്കിലും കിട്ടുന്ന എന്തോ അത് നമ്മൾ കഴിക്കേണ്ട അവസ്ഥയാണ്. എന്ന് വെച്ചാൽ കഴിക്കും, എന്ന് വെച്ചാൽ ഞാൻ കഴിച്ച് പഠിക്കും. എനിക്ക് ഇപ്പൊ ബീട്രൂട്ട് ഇഷ്ടമല്ല, അത് ഇഷ്ടമല്ല ഒന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം എല്ലാവർക്കും കൂടിയാണ് വെക്കുന്നത്, അത് നമ്മൾ കഴിച്ചേ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യം നമ്മൾ ഹോസ്റ്റൽ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ പഠിക്കും. എന്ന് വെച്ചാൽ എവിടെ പോയാലും എന്ത് കഴിക്കാനുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടാവുന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വർക്ക് എന്ന് വെച്ചാൽ പണിയെടുക്കാതിരിക്കുന്ന ആൾക്കാരായിരിക്കും. നമ്മളെ വീട്ടിലെല്ലാ കാര്യങ്ങളും അമ്മയും വീട്ടിലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ ഹോസ്റ്റൽ ലൈഫിൽ വരുമ്പോൾ നമ്മുടെ റൂമിലത്തെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ചെയ്യട്ടെ എന്ന് വെച്ച് ഇരിക്കരുത്. ഒരാൾ ചിലപ്പോൾ ഒരു ദിവസം അടിച്ചു വരാന്ന് വെച്ചാൽ അടുത്ത ദിവസം നമ്മളായിരിക്കും അടിച്ചു വരേണ്ടത്. അതുപോലെ തന്നെ ബാത്റൂം വൃത്തിയാക്കാൻ വെച്ചാലും ഇപ്പൊ നമ്മൾ തുടയ്ക്കണമെന്നുണ്ടെങ്കിൽ തുടയ്ക്കുക, അല്ലെങ്കിൽ എന്താ വെച്ചാൽ എന്താ പറയുന്നത് പൊടി തട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് ചെയ്യണം. അല്ലാതെ ഒരാൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് അവിടെ ആർക്കും ഓക്കെ ആയിരിക്കില്ല. നമ്മളത് മനസ്സിലാക്കി ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇപ്പൊ ഒരാഴ്ചയിൽ ഒരാളാണ് ഒരു ബാത്റൂം വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഒരാൾ ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ഓക്കെ ആയിരിക്കും, നമ്മുടെ റൂമിലുള്ള ആൾക്കാർക്കും ഓക്കെ ആയിരിക്കും. അല്ലാതെ ഒരാൾക്ക് തന്നെ ഡംപ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരാളും ചെയ്യത്തില്ല. അപ്പൊ നമ്മുടെ റൂമും വൃത്തിയാവത്തില്ല, ഒന്നും വൃത്തിയാവില്ല. ഇങ്ങനെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ, നമ്മുടെ റൂം ഇങ്ങനെ ആയിരിക്കണം, ഇത്ര ഇതിലിരിക്കണം എന്ന് വെച്ചാൽ കുഞ്ഞു റൂമാണെങ്കിൽ അത് ഇത്തിരി നേരമെങ്കിലും വൃത്തിയായിരിക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമല്ലേ. നമ്മുടെ ബെഡ് വൃത്തിയായിരിക്കണം, നമ്മുടെ ബാത്റൂം വൃത്തിയായിരിക്കണം, നമ്മുടെ റൂം വൃത്തിയായിരിക്കണം, അത് സെറ്റായിട്ടിരിക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന കാര്യം. എല്ലാവർക്കും വർക്കുണ്ട്, പഠിക്കുന്നവരായിരിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരിക്കും. പക്ഷെ എല്ലാ ജോലിയും ഒരുമിച്ച് ചെയ്യണ്ട, ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീർക്കും ചെയ്യാം, നമ്മുടെ റൂം വൃത്തിയായിരിക്കും. അതാണ് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. എന്റെ അറിയില്ല, ഹോസ്റ്റൽ ലൈഫിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുമാതിരി സെറ്റായി പോകാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ കുറച്ചൊക്കെ മെയിൻ കാര്യം അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും വാശി പിടിച്ച് ചെയ്യണം ഒരിക്കലും വിചാരിക്കരുത്. ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. നിങ്ങൾക്ക് അറിയുന്ന കാര്യം കമന്റിൽ പറഞ്ഞതായോ കേട്ടോ. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.